നമ്മളിവിടെ ഇന്ന് നല്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡാണ് റെഡിയാക്കി എടുക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇപ്പൊ ഈ റമദാൻ നോമ്പ് സമയമാണെങ്കിലും നമ്മൾ ഇഫ്താറൊക്കെ തുറന്നു കഴിയുമ്പോഴും ഈ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് നമ്മൾ കഴിക്കുവാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. കാരണം ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇതിൽ ചേരുന്നുണ്ട്. അപ്പൊ കസ്റ്റാർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തേക്കുന്നത്. 1/2 ലിറ്റർ പാല്. അത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. നമ്മൾ എടുത്ത 1/2 ലിറ്റർ പാല് കൂടാതെ വേറെ ഒരു 1/2 കപ്പ് പാലും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ട കെട്ടാത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ കസ്റ്റാർഡ് കുറച്ച് തിക്കായിട്ട് ഇരിക്കണം എന്നുള്ളവര് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറിന് പകരം ഒരു 2.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുക്കുക. എനിക്ക് ഒരുപാട് തിക്കായിട്ടുള്ള കസ്റ്റാർഡ് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത്. നമ്മുടെ കസ്റ്റാർഡ് നന്നായിട്ട് നമ്മൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ പാലും പഞ്ചസാരയും നമ്മൾ ചേർത്ത് കൊടുത്ത കസ്റ്റാർഡും കൂടി നന്നായിട്ട് മിക്സ് ആകുന്ന വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിയണം. അതിനുശേഷം മാത്രം നമ്മളിത് സ്റ്റൗവിലോട്ട് വെക്കാവുള്ളൂ. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെക്കാം. സ്റ്റൗവിലോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കൈ എടുക്കാതെ തുടരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ തന്നെ ഫ്ലെയിം എപ്പോഴും ലോയ്ക്കും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവുള്ളൂ. ചെറിയ ഒരു ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് ഇളക്കി വേവിച്ച് നന്നായിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ തിളച്ച് വരട്ടെ. അതുവരെ നമുക്കിത് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പൊ ഇവിടെ 8 മിനിറ്റ് ആയിട്ടുണ്ട്. 8 മിനിറ്റ് ആയപ്പോൾ ഇത് തിളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത് ഇളക്കാതിരുന്നാൽ ഇത് തിളയ്ക്കും. അപ്പൊ ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിനുശേഷം ഒരു 3 മിനിറ്റും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എങ്കിലേ ഉള്ളൂ ആ കസ്റ്റാർഡൊക്കെ നല്ല കറക്റ്റ് ആയിട്ട് വെന്ത് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ 3 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കറക്റ്റ് ആയിട്ട് നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ചൂടാറുന്ന വരെ ഇളക്കി കൊടുത്ത് തന്നെ ചൂടാറിച്ചെടുക്കാം. അപ്പൊ പാടിയൊന്നും ചൂടാതെ നമുക്ക് നല്ല കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മുടെ കസ്റ്റാർഡ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പൊ നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കഴിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പൊ ഇത് ഞാനൊരു 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിലേക്ക് തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ആ സമയം നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് അത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. ഇപ്പൊ നമ്മുടെ ഫ്രൂട്ട് സലാഡിനുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എടുത്തേക്കുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പൈനാപ്പിൾ, എല്ലാം കുറച്ച് ഒരു ചെറിയ പീസ് പൈനാപ്പിൾ എടുത്ത് അരിഞ്ഞെടുത്തേക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ മാതള നാരങ്ങ, പിന്നെ ഒരു മീഡിയം സൈസ് ഒരു ആപ്പിൾ അരിഞ്ഞ് അതും വെച്ചേക്കുന്നു. അതേപോലെ കുറച്ച് നട്ട്സ് കുറച്ചൊരു 10-15 നട്ട്സ് എടുത്ത് ചെറുതാക്കി നുറുക്കിയേക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ മാങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ഏത്തപ്പഴം ചെറുത് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി ഞാനപ്പം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുത്ത് വെച്ചേക്കുന്നതാണ്. അതല്ല കറുത്ത മുന്തിരി ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് കുറച്ചിട്ടാലും മതി. അപ്പൊ എനിക്ക് കറുത്ത മുന്തിരി കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പൊ ഇതിന്റെ അകത്തെല്ലാം 1 ടീസ്പൂൺ വീതം പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതേപോലെ തന്നെ ആപ്പിളിന്റെ അകത്ത് പഞ്ചസാരയുടെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ തേനും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആപ്പിൾ കളർ മാറാതെ നമുക്ക് ഇരിക്കും. അപ്പൊ ഇതും കൂടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മുടെ കസ്റ്റാർഡ് തണുത്ത് വരുമ്പോൾ നമ്മുടെ ഫ്രൂട്ട്സ് നന്നായിട്ട് തണുത്ത് കിട്ടും. അന്നേരം നല്ല ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ മധുരം ഒക്കെ ആ ഫ്രൂട്ട്സിലൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പൊ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ കസ്റ്റാർഡ് നന്നായിട്ട് തണുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെന്താ, നമ്മുടെ കസ്റ്റാർഡ് തണുത്ത് വന്നപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് അത് കുറുകി നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് കൊടുക്കാം. അടുത്തത് മാങ്ങ ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം അതും ഇട്ട് കൊടുക്കാം. മാതള നാരങ്ങ, ആപ്പിള്. ഇത് കണ്ട, ആപ്പിള് നമ്മൾ തേനും ചേർത്ത് വെച്ചേക്കുന്നതുകൊണ്ട് കളറൊന്നും മാറാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. നട്ട്സ് നമ്മൾ ഇപ്പൊ ഇടണ്ട, അത് നമ്മൾ സെർവ് ചെയ്യാൻ നേരം എടുക്കുന്ന ആ ബൗളിലേക്ക് അന്നേരം ഇട്ടാൽ മതി. കാരണം അല്ലെങ്കിൽ അതങ്ങ് കുതിർന്നു പോകും. നെക്സ്റ്റ് നമ്മൾ ഇടയ്ക്ക് ഒന്ന് കടിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടണം. അതുകൊണ്ട് നമ്മൾ സെർവ് ചെയ്യുന്ന ബൗളിൽ എടുക്കുന്ന സമയത്ത് മാത്രം നട്ട്സ് ഇട്ടാൽ മതി. എന്താ, ഇപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇതുപോലെ അരിഞ്ഞൊക്കെ വെക്കുവാണെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും ഒക്കെ നമുക്ക് നേരത്തെ റെഡിയാക്കി വെക്കാവുന്ന ഒന്നാണ്. നമ്മൾ ആ സമയം ആകുമ്പോൾ നമുക്ക് എടുത്ത് ഇതുപോലെ കൂട്ടി സെർവ് ചെയ്താൽ മാത്രം മതി. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ പറയുക. അതുപോലെ തന്നെ നെക്സ്റ്റ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തേക്കണേ പ്ലീസ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.